കൊറിയറൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഞാനും ദേവൂട്ടിയും വിഷ്ണുവും കാശിയും കൂടെ നേരെ വന്നിട്ടുള്ളത് ഫാമിലാണ്. ഫാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കൊഞ്ചിൻ്റെ ഫാം ഉണ്ടല്ലോ, അതാണ് സ്ഥലം. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെരുമാതുറയൊക്കെ പോകുന്ന ആ ഒരു സൈഡിലോട്ടാണ്, മരിയനാടൊക്കെ കഴിഞ്ഞിട്ടാണ്. ഞാനിങ്ങോട്ട് വന്നിട്ടില്ല, വിഷ്ണു വന്നിട്ടുണ്ട്. അങ്ങനെ വിഷ്ണുവാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോകാനായിരുന്നു പ്ലാനിങ്. പക്ഷെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് കൊഞ്ചിൻ്റെ കാര്യം പറഞ്ഞ് പിന്നെ എന്തായാലും കൊഞ്ച് വാങ്ങിക്കാമെന്ന് വെച്ച്. കണ്ടില്ലേ, ഇതുപോലത്തെ വലിയ വലിയ ടാങ്കുകളിലാണ് അവർ കൊഞ്ചിനെ വളർത്തണത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാനിതൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കൊഞ്ചെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ, ഇതിനെക്കാട്ടി വലുതാകും എന്നാണ് പറയുന്നത്. നമുക്കൊരു 1 കിലോ ഒക്കെ വാങ്ങിക്കാനാണ് പ്ലാൻ ഉള്ളത്. കറി വെക്കുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മളിപ്പോൾ ആലോചിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ കണ്ടില്ല, ഇത്രയാണ് ആ പയ്യൻ അവിടെ നിന്ന് അതിൽ നിന്ന് പിടിച്ചത് കേട്ടോ. ഏകദേശം 1 കിലോ അടുപ്പിച്ച് വരുന്നുണ്ട്. വെള്ള കൊഞ്ചാണേ. ഇപ്പം കണ്ടതുപോലത്തെ കുറേ ടാങ്കുകൾ അവിടെ ഉണ്ട്. ചെറിയ ഇതിൻ്റെ കൊഞ്ചിൻ്റെ കുഞ്ഞുങ്ങളിടുന്ന ടാങ്കും അതുപോലെ തന്നെ വലിയ വളർന്നിട്ടുള്ളതുമായിട്ടുള്ള കുറേ ടാങ്കുകൾ അവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ നടുക്ക് കൂടെയാണ് നമ്മളിങ്ങനെ നടന്ന് പോകാനുള്ളത്. അപ്പോൾ ഇത്രയും വാങ്ങിച്ച് നമ്മളിനി തിരിച്ചു പോവുകയാണ്. അങ്ങനെ ദേവൂട്ടിയും കാശിയൊക്കെ കയറി കൊഞ്ചൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് കാറിലൂടെ തിരിച്ച് കയറണത് കേട്ടോ. അപ്പോൾ ഞാനും ഇനിയിപ്പോൾ കയറാൻ പോവുകയാണ്. അപ്പോൾ കയറിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ, ഇതിൻ്റെ ലോങ് വീഡിയോ ഓൾറെഡി പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. അപ്പോഴാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് കണ്ടില്ലേ, ഇതാണ് കൊഞ്ചെന്ന് പറയുന്ന സാധനം. അപ്പം ഏകദേശം 1 കിലോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. 400 രൂപയായിരുന്നു. എനിക്ക് തോന്നുന്നു വെയിറ്റ് അനുസരിച്ചിട്ടായിരിക്കും റേറ്റ് വരുന്നത്. അങ്ങനെ എന്തോ സംഭവമാണ്, കറക്റ്റായിട്ട് അറിയില്ല. നമ്മളിത് കൊണ്ടുവന്നിട്ട് കറിയും വെച്ചു, ഫ്രൈയും ചെയ്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഓക്സിജൻ ഇട്ട് വളർത്തുന്നതാണ്. അതിൽ നിന്ന് പിടിച്ച് ഈ കവറിലാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അത് പിന്നെ ചത്തായിരുന്നു കേട്ടോ. ജീവനൊക്കെ അതിൻ്റെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ചത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പോയി വാങ്ങി.